അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡ്രിങ്ക് ആയാലോ? ഹെൽത്തിയായ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ റമദാൻ മാസത്തിൽ ഏറ്റവും നല്ലതാണ് ഇത് കുടിക്കുകയാണെങ്കിൽ. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. അററൂട്ട് പൗഡർ എന്നും ഇതിന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിയാ സീഡും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കൂവപ്പൊടി ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ അരിച്ച് മാറ്റി വെച്ചത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ പാത്രത്തിലേക്ക് തന്നെ ഒരു 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയുടെ അളവ് ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അധികം മധുരമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് ആണല്ലോ, അപ്പോൾ ഓവർ പഞ്ചസാര ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒട്ടും അടിയിലൊന്നും പിടിക്കരുത്. അപ്പോൾ സ്പാച്ചില പോലുള്ള ഇതുപോലുള്ള തവിയൊക്കെ ഉണ്ടെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ പെട്ടെന്ന് ഇളക്കി കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും കുറുക്കിയെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുറുക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ആകെ കുറഞ്ഞ സമയം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് കുറുകാൻ തുടങ്ങി. ഇപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഗ്യാസിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തണുത്ത് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഓവറായിട്ട് തണുത്തിട്ടില്ലെങ്കിലും ഒരു ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ അടിപൊളി നല്ല പാലിൻ്റെ കളറിലാണല്ലോ വരുന്നത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പാലൊന്ന് കാച്ചിയതിന് ശേഷം നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പാല് ആദ്യം പകുതി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് കുറച്ച് കൂടുതലായിട്ട് വെള്ളമൊക്കെ വേണം, അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കൂവപ്പൊടിയുടെ അളവൊന്ന് കൂട്ടിയാൽ മതിയാക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ച് ചിയാ സീഡ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ചിയാ സീഡൊക്കെ ഈ നോമ്പ് കാലത്ത് കഴിക്കണം നല്ലതാണ്. അപ്പോൾ ഡ്രിങ്ക്സിലൊക്കെ അത് ചേർക്കണം നല്ലതാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് പകർത്തി കൊടുക്കാം. അടിപൊളി സ്പെഷ്യൽ ഹെൽത്ത് ഡ്രിങ്ക് കണ്ടില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഈ ഡ്രിങ്ക് കഴിക്കേണ്ടത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.